നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ ഡോർ തുറക്കുമ്പോൾ സ്നോ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതിങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു. കാറിനങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് തൊപ്പി, വെള്ള തൊപ്പി വെച്ചിരിക്കുന്ന കണക്കുണ്ട്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് കാനഡയിൽ വന്നിട്ട് ഏകദേശം ഒരു ഒക്ടോബർ ആ ഒരു മാസം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതെന്താ സ്നോ വരാത്തത്. കാരണം ആദ്യമായിട്ട് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള, ഞാൻ ഓൾറെഡി ഞങ്ങൾ ട്രാവൽ ചെയ്ത സമയത്തൊക്കെ ചില സ്ഥലങ്ങളൊക്കെ പോയി സ്നോ ഞാൻ കണ്ടു, ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു. എങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ ഡോർ തുറക്കുമ്പോൾ സ്നോ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതിങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ എണീറ്റ ഉടനെ തന്നെ കട്ട മാറ്റി നോക്കും, സ്നോ വീണോ, എവിടെ, എപ്പോഴാണ് സ്നോ വീഴുന്നത്, എന്തുവാ, എന്നെ പറ്റിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ചോദിക്കുമായിരുന്നു. അവസാനം കാത്തിരുന്ന് നമ്മുടെ സ്നോ വന്നപ്പോൾ 8ൻ്റെ പണിയല്ല, 10ൻ്റെ പണിയല്ല, 16ൻ്റെ പണി. വീട്ടിൻ്റെ വെളിയിൽ ജസ്റ്റ് റോഡിലോട്ടൊന്ന് ഇറങ്ങണമെങ്കിൽ ഈ ഒരു കുന്തരാട്ടം ഒരു സംഭവം എടുത്തുകൊണ്ട് ഈ മഞ്ഞ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം വാരി ഇട്ടിട്ട് മാത്രമല്ലേ ഇറങ്ങാൻ പറ്റൂ. മറ്റേ നമ്മൾക്ക് വീട്ടിലകത്ത് നിൽക്കുന്ന കോലത്തിലൊക്കെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാമായിരുന്നു, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മതിയായിരുന്നു. ഇപ്പോൾ ഇനി അതൊന്നും പറ്റത്തില്ല. അപ്പം ഒരു 10-15 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ ടൈം കൂടി വേണം നമുക്ക് വീടിന് പുറത്തിറങ്ങണമെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ സ്നോ വന്നപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ പേടിച്ചു വിട്ടു എന്തോ പോയപ്പോൾ. അപ്പോൾ സ്നോ വന്നപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു ഡെയിലി റൂട്ടീനാണെന്ന് പറയും. ഇനി സ്നോ വന്ന് പോകുന്നത് വരെയുള്ള ഒരു ഡെയിലി റൂട്ടീൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് സ്നോ ഒക്കെ റിമൂവ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക് വാക്കിംഗ് പ്ലേസ് ആണ് കേട്ടോ. വീടിൻ്റെ മുൻവശത്ത് ഇതായിട്ടുണ്ട്, എല്ലാ വീടിൻ്റെ മുൻവശത്ത് ഇതുപോലെ പബ്ലിക്കായിട്ട് നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം അത് നമ്മൾ ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും തെന്നി വീണാൽ അവർക്ക് ആ വീട്ടുകാർക്കെതിരെ സൂ ചെയ്യാനുള്ള ഒരു ലോ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടുകാരും എന്താ പറയുന്നത്, ഒരു നേരം ആകുമ്പോൾ, അതായത് ഭയങ്കരമായിട്ട് സ്നോ പെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 2 hours കഴിയുമ്പോൾ, 2 to 3 hours കഴിയുമ്പോഴത്തേക്കും അവരവരുടെ വീടിൻ്റെ മുന്നിലുള്ള ആ ഒരു പാത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പറ്റുന്നിടത്തോളം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലുള്ള എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ കാറിൻ്റെ അവസ്ഥ നോക്കിക്ക്, കാറിനെ കാണാൻ കൂടിയില്ല. ഞാൻ അയ്യോ, കാറിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ഇത്രയും മഞ്ഞുണ്ട്. കണ്ണാടിയൊന്നും കാണാൻ പോലും വയ്യ, ആ വിധത്തിൽ മഞ്ഞ. ഇതെല്ലാം ഇത് കൂന് കൂടി ഇവിടെ കിടക്കുക. ഇനി ഇവിടെ നിന്ന് ഞാനിനി ഇതൊക്കെ വരേണ്ടി വരും. മഞ്ഞിൻ്റെ ഇടയിൽ നിന്ന് കാറിനെ കണ്ടുപിടിക്കാൻ തന്നെ പാടുപെടേണ്ട അവസ്ഥയാണ്. അയ്യോ, ഇതേ കുറച്ചുണ്ട്, അതാ കുറച്ച് ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത്, അപ്പുറത്തൊക്കെ ആൾക്കാർ ഇതേ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മഞ്ഞതാ പെയ്തുകൊണ്ടിരിക്കുക. ഒരുവിധം വഴി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആൾക്കാരൊക്കെ തന്നെ വീഴും. ഭയങ്കരമായിട്ട് മഞ്ഞ കേട്ടോ. ഞാൻ മെനങ്ങാന്നും ക്ലീൻ ചെയ്തായിരുന്നു, അവരും അവിടെ സ്റ്റെപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അയ്യോ, ഞാനിങ്ങനെ കയ്യുടെ കൂടി ഗ്ലൗസ് കൂടി ഇങ്ങനെ കൈ പിടിച്ചിരിക്കാം. ഇനിയിപ്പോൾ കൈ തണക്കും, വേഗം ഇട്ടിട്ട് അടുത്ത വീട് ഒന്നുകൂടെ ക്ലീൻ ആക്കട്ടെ. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് സംസാരിക്കുമ്പോൾ നാക്കൊക്കെ ഒരുമാതിരി മരവിക്കുന്ന കേട്ടോ. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് മെൽറ്റ് ആകുമ്പോൾ ആൾക്കാരെ തന്നെ വീഴും. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ട് വയ്ക്കുന്നത് ഇതാണിപ്പോൾ വൃത്തിയാക്കിയ സ്ഥലം. പൂന കൂടി ഇങ്ങനെ കിടക്കുന്നു, നാക്കൊക്കെ കുഴയുന്നു. എല്ലാ വീട്ടുകാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.
ആദ്യമായിട്ട് കുറച്ചൊക്കെ വൃത്തിയാക്കി ഇനി ഇതേ അകത്ത് കയറാൻ പോയത് കേട്ടോ. അത്യാവശ്യം നാക്കും ചുണ്ടും ഒക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് കേട്ടോ. സംസാരിക്കുന്ന നാക്ക് കുഴയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇതാണ് കേട്ടോ ഈ ഒരു വഴി, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി. പിന്നെ ഈ ഒരു സ്റ്റെപ്പ്, പിന്നെ ഇതാണ്ട് സൈഡിലെ സ്റ്റെപ്പ്, ഇതൊക്കെ നിറഞ്ഞ് കിടക്കുമായിരുന്നു. അതെല്ലാം അത്യാവശ്യം വൃത്തിയാക്കി. അയ്യോ, ഞങ്ങളുടെ കാറ് നിറയെ മൂടിക്കിടക്കുന്നു കേട്ടോ. കാറും കൂടെ പതുക്കെ ഒന്ന് വൃത്തിയാക്കാം. കാറ് വൃത്തിയാക്കുന്ന സാധനം ഞാൻ എടുത്തിട്ട് വന്നില്ല. അത് ഞാൻ എന്തായാലും പോയി അകത്ത് പോയി എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് കാറും കുറച്ച് മഞ്ഞൊന്ന് കൂര കൂടി കിടക്കും. അടുത്ത മഞ്ഞ് വരുമ്പോൾ എന്തായാലും വീണ്ടും ആവും. പക്ഷെ ഇന്നത്തേക്കുള്ള തൽക്കാലം ഞാൻ വിചാരിച്ചു എടുത്തൊന്ന് വൃത്തിയാക്കാം. അയ്യോ, ഫുള്ള് ഇതായി. എൻ്റെ ഗ്ലൗസിനകത്തോട്ട് കൈ ഇങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ എന്തോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം ഈ ഒരു പൊക്കത്തിന് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് കണ്ടോ, വണ്ടി കിടക്കുന്ന വണ്ടിയുമായിട്ട് ഇങ്ങനെ കിടക്കുക, നിറഞ്ഞിരിക്കുക. ഇനി അതും കൂടി ഒന്ന് വൃത്തിയാക്കണം. അയ്യോ, എന്നിട്ട് എന്തായാലും കയറാം. എന്തായാലും ഇത് ഭയങ്കരമായിട്ട് മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ വൃത്തിയാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വൃത്തിയാക്കാനേ പറ്റുള്ളൂ. ആ ഒരു ബ്രഷ് കൊണ്ടിട്ട്, അതാണ് നമ്മുടെ കാറ് വൃത്തിയാക്കുന്ന ബ്രഷ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അതൊക്കെ നമ്മുടെ കാറിൻ്റെ സൈഡിലുള്ളതും കൂടിയൊക്കെ ഒന്ന് വേണ്ട. കാറിൻ്റെ ഫ്രണ്ട് നോക്കിയാണ് എൻ്റെ ദൈവമേ. ഇത് ഒരു കയ്യിലൊന്നും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് മേലുണ്ടോ. അപ്പോൾ എന്തായാലും പതുക്കെ എന്തായാലും ഞാൻ കാറും കൂടി ഇച്ചിരി ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പോകാമെന്ന് വെച്ചു. വണ്ടി എടുക്കണില്ല, വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുകയും വേണം. മെനങ്ങാന്നും ഇതുപോലെ ഞാൻ വൃത്തിയാക്കിയായിരുന്നു. പക്ഷേ മെനങ്ങാന്ന് കുറച്ചും കൂടി കുറവായിരുന്നു, സ്നോ കുറവായിരുന്നു. ഇങ്ങനെ ഉണ്ടോ, തോണ്ടി തോണ്ടി ഇളക്കണം. ഇതിനി ഇങ്ങോട്ടേക്ക് വീഴാതെ നോക്കുകയും വേണം. പറ്റുന്നിടത്തോളം വൃത്തിയാക്കാം. ഓ മൈ ഗോഡ്, കണ്ട ഇവിടുത്തെ ഈ കാറിന്ന് വീണതാ. കണ്ട കൂന കൂട്ടി വെച്ചിരിക്കുന്ന. ഞാനൊന്ന് സ്നോമാനെ ഉണ്ടാക്കാനായിട്ടൊരു ശ്രമം നടത്തി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലേഡി പറഞ്ഞു നാളെയൊക്കെ ആകുമ്പോൾ ഇതൊന്ന് സെറ്റാവും, അപ്പോഴത്തേക്കുണ്ടാകുക ഏറെ കുറച്ചൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്. ഇനി ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു കേട്ടോ. ബാക്ക് സൈഡ് ഇതിനേക്കാളും വലിയ വിറ്റാണ് കേട്ടോ. ബാക്ക് സൈഡ് ഇതാ നിറഞ്ഞ കിടപ്പുണ്ട്. അതായത് വാതിൽ ഡോറ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആ ഒരു കട്ടളപ്പടി തൊട്ട് അങ്ങോട്ട് മഞ്ഞാണ് കേട്ടോ. കാണിച്ചു തരാം, ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചിട്ടാണ്. ദേ ഡോറിങ്ങനെ തുറക്കുമ്പോൾ അയ്യോ ഭയങ്കര വെട്ടമല്ലേ. വെയിലല്ല, വെട്ടോട് മൊത്തം ഉണ്ട്. ഈ കട്ടളപ്പടി തൊട്ട് അങ്ങോട്ട് മഞ്ഞ. സ്റ്റെപ്പൊന്നും അറിയാൻ പോലും, ഇതിവിടെയും കണ്ടാണ് സ്റ്റെപ്പ്. അറിയാൻ പോലും വയ്യ. അവർ വേസ്റ്റ് കളയാനുള്ളത് ആ പുറത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. കാരണം നടന്നു പോകാനായിട്ട് ഒരു വഴിയില്ല. അപ്പുറത്ത് നോക്കിക്കേ, നമ്മൾ വേസ്റ്റ് ബിന്നൊക്കെ അവിടെയാണ് ഇരിക്കണേ. ഇനി അവിടെ ഇതുവഴിയാണ് സൈഡിൽ നിന്നുള്ള വഴി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ ഇടാനായിട്ട്. ഞാൻ മുമ്പൊക്കെ പോയിരിക്കുന്ന മരക്കുറ്റിയുടെ മുകളിലും നിറച്ച് മഞ്ഞ്. പക്ഷേ ആ വേസ്റ്റ് ബിൻ കാണാൻ നല്ല രസമുണ്ടല്ലേ. വെള്ള തൊപ്പി വെച്ചിരിക്കുന്ന കണക്കുണ്ട്. അതിൻ്റെ അതേ ഷേപ്പിനാണ് മഞ്ഞ് വന്ന് കിടക്കുന്നത്. നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ കൈ ഞാൻ ഗ്ലൗസ് ഊരിയിട്ടാണ് കേട്ടോ ഫോൺ പിടിച്ചത്. കൈ മരവിക്കുന്നു, അതൊരു ഭയങ്കര പ്രശ്നം തന്നെ. ഒരു ജാക്കറ്റൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്, എനിക്കങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ യൂഷ്വലി ഇടുന്നൊരു ടോപ്പ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഒരു കുറച്ച് തിക്കായിട്ടുള്ളൊരു ടോപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ സോക്സ് ആണെങ്കിലും നോർമൽ സോക്സ് ഇട്ടിട്ടുണ്ട്. വിൻ്റർ ടൈമിൽ ഇടുന്ന സോക്സ് ഇട്ട് വിൻ്റർ ബൂട്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്ലൗസ് ഇല്ലാതെ കൈ ഭയങ്കര പാടാട്ടോ. അതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഗ്ലൗസ് ഇല്ലാണ്ട് ഒട്ടും പറ്റത്തില്ല. പക്ഷെ മൊബൈൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് പറ്റത്തില്ല. അതാണ് അതിൽ വേറൊരു വിഷയം എന്ന് പറയുന്നത്. മൊബൈൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഊരി മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ. അത് മാത്രമല്ല അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. ഇനി അങ്ങനെ അടുത്ത വീഡിയോ എപ്പോഴൊന്നും എനിക്കറിയത്തില്ല. ഇതുപോലെ മഞ്ഞ് വിശേഷമൊക്കെ തന്നെയാണ്. ഇനി വേറെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുന്നത്, എല്ലായിടവും മഞ്ഞ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പോണു. അപ്പോൾ എല്ലാവർക്കും ബൈ.